ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കൂളിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ സെഷന് ഒരു ക്ലാസ് ഒന്നുമല്ല. ഞാൻ ആദ്യം പറഞ്ഞു ക്ലാസ്സിലേക്ക് സ്വാഗതം എന്ന്. പക്ഷെ ഇതൊരു ക്ലാസ് അല്ല, പക്ഷെ കുറച്ച് സെന്റൻസ് ചെയ്യാൻ തരും. ആ സെന്റൻസ് ഏത് ടെൻസിലാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അതാണ് ഈ ഒരു സെഷൻ. ഒരു വളരെ ചെറിയൊരു സെഷൻ ആണ്. നമുക്ക് അറിയാം, ഇപ്പൊ വെക്കേഷൻ ആണ്. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്ന് ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ജസ്റ്റ് കുറച്ച് സെന്റൻസ് തരുന്നു. ഓക്കെ, അപ്പം ആർക്കും ഒരു പ്രശ്നമില്ലാത്ത കുറച്ച് സെന്റൻസ് നമ്മൾ തരുന്നു. അത് ഏത് ടെൻസ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 5 സെന്റൻസസ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, നമുക്കറിയാം വെക്കേഷൻ ടൈം ആണ്. എല്ലാരും കളിച്ച് ഫ്രണ്ട്സിന്റെയും അല്ലെങ്കിൽ ഫാമിലി ഒക്കെ വീട്ടിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് നിൽക്കുന്ന സമയമാണല്ലേ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് ടെൻസിന്റെ എന്തുമാത്രം ബേസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പൊ നമ്മുടെ കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വെക്കേഷൻ ക്ലാസ്സസ് ഒക്കെ ഇപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും നമുക്ക് ഓരോ സെഷൻ വൈസ്. അതായത് ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള ക്ലാസ്, മറ്റു സബ്ജക്ട്സിനൊക്കെ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെന്റൻസ്, ഷീ വാക്സ് ടു സ്കൂൾ എവറി ഡേ. ഇത് ഏത് ടെൻസിലാണ് എടുക്കുന്നത്? ഷീ വാക്സ് ടു സ്കൂൾ എവറി ഡേ. നമ്മൾ ടെൻസസ് നമ്മുടെ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അത് ടോപ്പിക് കഴിഞ്ഞിട്ടില്ല. ടെൻസ് എടുക്കുന്നതിന് മുമ്പ് വേർബിനെ പറ്റി പഠിക്കും, എന്നിട്ടായിരിക്കും കേട്ടോ നമ്മൾ ടെൻസ് എടുക്കുന്നത്. അപ്പൊ വേർബ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തതിന് ശേഷമായിരിക്കും ടെൻസ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, എന്താണ് ടെൻസ്. അല്ലെങ്കിൽ പലരും വിചാരിക്കുന്ന കാര്യമാണ് ടെൻസ് ഭയങ്കര പാടാണ്. അങ്ങനെ ഒന്നുമില്ല, എളുപ്പമാണ്. നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബേസ് ഉണ്ടാക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. നമ്മൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വെക്കേഷൻ ക്ലാസ്സസ്. അതിന്റെ ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിൻ ചെയ്ത് കമന്റിൽ കൊടുക്കുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് നോക്കാം. ഓക്കെ, ഷീ വാക്സ് ടു സ്കൂൾ എവറി ഡേ. ഇതിന്റെ ടെൻസ് എന്താ? തന്നിരിക്കുന്ന സെന്റൻസിന്റെ ടെൻസ് നമുക്ക് നോക്കാം. ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വാക്സ് എന്ന് പറയുന്നത് വേർബിന്റെ V1 ഫോം. അപ്പൊ സബ്ജക്ട് പ്ലസ് വേർബിന്റെ V1 ഫോം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ സിന്റാക്സ് നമ്മൾ എങ്ങനെയാ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഈ വേർബിന്റെ പല ഫോം ഒക്കെ നമ്മൾ ക്ലാസ്സിൽ കാണും. സബ്ജക്ട് പ്ലസ് V1 ഫോം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ കിട്ടാത്തവര് വിഷമിക്കേണ്ട, നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. They were playing saucer when it started raining. They were playing. Were എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ആണ്. അപ്പൊ പാസ്റ്റിന്റെ ING ഫോം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ സെന്റൻസ് ഏതാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് was. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ was കൊടുക്കുക, അല്ലെങ്കിൽ വേറെ കൊടുക്കുക, പ്ലസ് വേർബിന്റെ ഫോർത്ത് ഫോം. വേർബ് തന്നെ നമ്മൾ പഠിക്കും കേട്ടോ. V1, V2, V3, V4 എന്ന് പറഞ്ഞ് ധാരാളം എക്സാമ്പിൾസ് വെച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഇത് ഏത് ടെൻസ്? നോക്കിക്കേ, സബ്ജക്റ്റ് ഉണ്ട്, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഹാവ് ഉണ്ട്, then ഫിനിഷ്ഡ് എന്ന് പറയുന്നത് V3 ഫോം. ഏതാണ് ടെൻസ്? പ്രസന്റ് ആണ്. പ്രസന്റിന്റെ പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. കിട്ടാത്തൊരു വിഷമിക്കേണ്ട, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഹി വിൽ ട്രാവൽ ടു ജപ്പാൻ നെക്സ്റ്റ് മന്ത്. വിൽ കണ്ടാൽ ഓർക്കുക, ഫ്യൂച്ചർ ആണ്. അപ്പൊ നമ്മൾ പ്രസന്റിന്റെയും പാസ്റ്റിന്റെയും ഒക്കെ ടെൻസ് കണ്ടു, ഫ്യൂച്ചറിലേക്ക് വരികയാണ്. ഹി വിൽ ട്രാവൽ ടു ജപ്പാൻ നെക്സ്റ്റ് മന്ത്. വിൽ ഉണ്ട്, സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ ആണെങ്കിലും ഓക്കെയാണ്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ട്രാവൽ എന്ന് പറയുന്ന വേർബിന്റെ ഏത് ഫോം ആണ്? ട്രാവൽ, ട്രാവൽഡ്, ട്രാവൽഡ്, ട്രാവലിംഗ്. സോ ട്രാവൽ എന്ന് പറയുന്നത് V1 ഫോം. അപ്പൊ ഏതാണ്? ദാറ്റ് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ ആണ് നാലാമത്തെ സെന്റൻസ്. അടുത്ത, ബൈ നെക്സ്റ്റ് ഇയർ ഷീ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ്. ഷീ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ്. അതായത്
ഇവിടെ വരുന്ന ടെൻസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ആ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്താണ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റിനെ പറ്റി ഇവിടെ, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. പക്ഷേ എപ്പോഴാണ് ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആകുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴേലും കംപ്ലീറ്റ് ആയാൽ പോരാ, ഫ്യൂച്ചറിൽ ഒരു പോയിന്റിൽ കംപ്ലീറ്റ് ആകുന്ന ആക്ഷനെ പറ്റി പറയാനാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ടെൻസും അതിന്റെ യൂസസ് നമ്മൾ പഠിക്കും. അപ്പൊ കാണും പലയിടത്തും നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. പല ടെൻസിനും അല്ലെങ്കിൽ ഒട്ടുമിക്ക പെർഫെക്റ്റ് ടെൻസുകൾക്കും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾക്കൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഫ്യൂച്ചർ പെർഫെക്റ്റ് നമ്മൾ നോക്കുമ്പോൾ അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ഫ്യൂച്ചറിൽ ഒരു പോയിന്റിൽ കംപ്ലീറ്റ് ആകാൻ പോകുന്ന ആക്ഷൻ, അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കേട്ടിട്ട് പ്രത്യേകിച്ച് ഇതൊന്നും തോന്നണ്ട, നമ്മൾ ക്ലാസ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. സോ ബൈ നെക്സ്റ്റ് ഇയർ ഷീ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ്. അപ്പൊ ഇത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും അവള് ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോ ഇവിടെ എന്തിനെ പറ്റിയാ പറയുന്ന, ആക്ഷൻ നടക്കുന്ന സമയത്തെ പറ്റിയല്ല, ആ ഒരു ആക്ഷൻ കഴിയും, ഫ്യൂച്ചറിൽ അത് കംപ്ലീറ്റ് ആവും. അങ്ങനെ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആകുന്ന ആക്ഷൻസിനെ പറ്റി പറയുന്നതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സിന്റാക്സ് കൂടെ നമുക്ക് നോക്കാം. യെസ്, എവിടെ പോയി എന്റെ പെന്ന്? ഓക്കെ. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പൊ നമ്മുടെ വെക്കേഷൻ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ വൈകിട്ടില്ല, ജസ്റ്റ് കുറച്ചായതേ ഉള്ളൂ, നിങ്ങൾക്ക് അത് മേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും അതുപോലെ ഹോംവർക്കും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ക്ലാസ്സിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. കാരണം കുറച്ച് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇംഗ്ലീഷിന്റെ കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ ഏത് സബ്ജക്ട് എടുത്താലും നിങ്ങൾ കുറച്ചൊന്നുകൂടെയും നിങ്ങൾക്കൊന്ന് മേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മുൻ വർഷങ്ങളൊക്കെ ആ ഒരു സബ്ജക്ട് കുറച്ച് ടഫാണ് എന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വെക്കേഷൻ ടൈം നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫുൾ ടൈം വെക്കേഷൻ എന്ന് പഠിക്കണം എന്നല്ല പറയുന്നത് മിസ്, പക്ഷെ നമുക്ക് ആ ഒരു കുറച്ച് ബാക്കിൽ നിൽക്കുന്ന ടോപ്പിക് ഒക്കെ നമുക്കൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ ഗ്രാമർ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകാനുള്ള സമയമുണ്ട്. ബേസിക് ആയിട്ട് പഠിച്ചു പോകാനുള്ള സമയമുണ്ട്. ഗ്രാമർ ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പൊ വെക്കേഷൻ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ അത്രേ ഉള്ളൂ. നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മള് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോ നമ്മുടെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ്, അതുപോലെ നമ്മുടെ നമ്മൾ ആപ്പിൽ ഇടുന്ന വീഡിയോസും ക്ലാസ്സിനെ പറ്റിയിട്ടൊക്കെ ടൈം ടേബിൾ ഇങ്ങനത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ തന്നെ